അതിലൊരു തിരുത്ത്. ആഭ്യന്തരമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും അൻവർ ഉന്നയിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പിനെതിരായിട്ടും ആരോപണം ഉന്നയിച്ചില്ല. അദ്ദേഹം ഉന്നയിച്ച് പറഞ്ഞ പ്രശ്നം അത് ഈ ആഭ്യന്തര വകുപ്പിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടാണ്. പ്രധാനമായിട്ട് ഒരു ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ എതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ഈ ആരോപണം ശരിയാണെങ്കിൽ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ ആ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ശക്തമായി പറഞ്ഞു. പോലീസുകാരെ പങ്കെടുക്കുന്ന ഒരു പൊതുവേദിയിൽ വെച്ചിട്ടാണ് ഈ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയത്. അത് തന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാട്. അതാണ് നിശ്ചയദാർഢ്യത്തിന്റെ പ്രതികരണവും. അല്ല, അല്ല, അതിന് ഈ പ്രശ്നത്തിലാണല്ലോ പരാതി വന്നിരിക്കുന്നത്. ആ പരാതി അന്വേഷിക്കുന്നതിനുള്ള ഏർപ്പാടും ചെയ്തു. അത് അവസാനിപ്പിക്കല്ലേ. അത് തന്നെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം. അത് വകുപ്പിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ബാധകമല്ല. തെറ്റാരാണോ ചെയ്തത് അവർക്കെതിരായിട്ടാണ് പ്രശ്നം. അത് തെറ്റു ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഈ പരിശോധനയിലൂടെയാണ് തെളിയേണ്ടതിന്, ഈ അന്വേഷണത്തിലൂടെയാണ് തെളിയേണ്ടത്. അത് തെളിയിച്ചു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും. നമുക്ക് ഈ അന്വേഷണം എന്ന് പറയുന്നത് നിയമപരമാണ്. ഇന്ന് നമ്മൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നിയമം നാട്ടിലുണ്ടല്ലോ. ആ നിയമത്തിന് വിധേയമായിട്ടുള്ള സമീപനമേ സ്വീകരിക്കാൻ പോകും. അതാണ് സ്വീകരിച്ചത്. അതിൻ്റെ അപ്പുറത്ത് വല്ല വിഷയങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തന്നെ ആലോചിച്ച് അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ വേറെ എന്തെങ്കിലും നിലപാട് മുന്നണി ആലോചിച്ചതിന് ശേഷം പറയും.